നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഗവർണർ പോര് രൂക്ഷമായി തുടരുന്നതിനിടെ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയത് സർക്കാരിന് നേട്ടമായി. ലോകായുക്ത വിധി മന്ത്രിമാർക്കെതിരാണെങ്കിൽ നിയമസഭയ്ക്ക് അപ്പീൽ പരിഗണിക്കണമെന്നാണ് ഭേദഗതി. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു ഗവർണറുടെ അന്നത്തെ വാദം. 2022 ഓഗസ്റ്റിലാണ് നിയമസഭ ലോകായുക്ത ഭേദഗതി ബിൽ പാസാക്കിയത്. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഭേദഗതിയെന്ന് അന്നേ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ഭേദഗതിയെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു ഗവർണറുടെ അന്നത്തെ വാദം. തുടർന്ന് ബിൽ ഒപ്പിടാതെ ഗവർണർ നീട്ടിക്കൊണ്ടുപോയി. സംസ്ഥാന സുപ്രീം കോടതിയെ സമീപിക്കുകയും കോടതി രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തു. സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത്. നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിടാതെ ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു. ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കേരളം നൽകിയ കേസ് പരിഗണിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത്. ലോകായുക്ത നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ 7 സുപ്രധാന ബില്ലുകളിന്മേൽ തീരുമാനം ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടിരുന്നു. സർവകലാശാല ഭേദഗതി ബിൽ, ചാൻസലർ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബിൽ, സഹകരണ ബിൽ എന്നിവയെല്ലാം ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടിരുന്നു. 2022 ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത്. മന്ത്രി പി രാജീവാണ് ബിൽ അവതരിപ്പിച്ചത്. ലോകായുക്ത ജുഡീഷ്യറി ബോഡിയല്ലെന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ലെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞിരുന്നു. അന്വേഷണം, കണ്ടെത്തൽ, വിധി പറയൽ എല്ലാം കൂടെ ഒരു സംവിധാനം മറ്റെവിടെയുമില്ലെന്ന് മന്ത്രി അന്ന് കൂട്ടിച്ചേർത്തിരുന്നു. ഒട്ടേറെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ ലോകായുക്ത ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് LDFനും പിണറായി സർക്കാരിനും ആശ്വാസം നൽകും. അഴിമതിക്കെതിരെയുള്ള സംവിധാനങ്ങളുടെ ചിറകരിയുന്നതിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരേ തൂവൽ പക്ഷികളാണെന്നും പ്രതിപക്ഷ വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്യും. നയനാർ സർക്കാരിന്റെ കാലത്ത് CPMഉം CPIയും ലോകായുക്തയെ ശക്തിപ്പെടുത്താൻ ഉൾപ്പെടുത്തിയ വകുപ്പുകളിൽ പിണറായി സർക്കാർ വെള്ളം ചേർത്ത നടപടി LDFനും നിയമസഭയിലും ചർച്ചയായി നീറിപ്പടർന്നിരുന്നു. കുരയ്ക്കാൻ അറിയുമെങ്കിലും കടിക്കാൻ അറിയാത്ത കാവൽ നയയാണ് ഓംബുഡ്സ്മാൻ എന്നും ആവശ്യമെങ്കിൽ കടിക്കാൻ തക്ക അധികാരം കേരളത്തിൽ ലോകായുക്തയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. താനടക്കമുള്ളവർക്കെതിരെ കേസ് വന്നപ്പോൾ ആ സംവിധാനത്തിന്റെ പല്ലും നഖവും പറിച്ചെന്നായിരുന്നു വിമർശനം. തിരക്കിട്ടുകൊണ്ടുവന്ന ഓർഡിനൻസിനെതിരെ CPI പരസ്യമായി ഇടഞ്ഞു. അവരെ മെരുക്കാൻ മുന്നണിക്കുള്ളിൽ മാരത്തൺ ചർച്ചകൾ വേണ്ടിവന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥരും അഴിമതി നടത്തിയാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കാനും വിധി പറയാനുമുള്ള അധികാരമാണ് ലോകസഭയ്ക്ക് ഉണ്ടായിരുന്നത്. ഇനി ലോകായുക്ത എന്ത് വിധിച്ചാലും നിയമസഭയോ മുഖ്യമന്ത്രിയോ സ്പീക്കറോ വിചാരിക്കാതെ ഒരു തുടർ നടപടിയും ഉണ്ടാകില്ല. പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താനുള്ള സംവിധാനം മാത്രമാണ് ലോകായുക്തയെന്നും ജുഡീഷ്യൽ സംവിധാനമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഭേദഗതിയെ സർക്കാർ ന്യായീകരിച്ചത്. അന്വേഷണവും വിധിയും ഒരാൾ തന്നെ നടത്താനുള്ള വകുപ്പ് നിയമത്തിലുണ്ടെങ്കിൽ ആ പിഴവ് തിരുത്തുകയാണെന്നും വാദിച്ചു. മുഖ്യമന്ത്രിക്കും ചില മന്ത്രിമാർക്കുമെതിരെയുള്ള കേസ് ലോകായുക്തകളിൽ എത്തിയതിന്റെ ആദ്യമാണ് ആ ഏജൻസിയെ തന്നെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷവും വിമർശിച്ചു. പിണറായി സർക്കാരിനോടും സഭ പാസാക്കിയ ബില്ലുകളോടും ഗവർണർ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം തന്നെ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് സർക്കാരിന് നേട്ടമാണ്. ബിൽ രാഷ്ട്രപതിക്ക് അയച്ചതോടെ ഉടനെങ്ങും അംഗീകാരം കിട്ടില്ലെന്ന കണക്കുകൂട്ടലിലായിരുന്നു നിയമവകുപ്പും. ബില്ലുകൾ ഒപ്പിടാത്തതിന്റെ പേരിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ നടത്തുന്ന കേസിലും സർക്കാരിന് ഇത് ആത്മവിശ്വാസം നൽകും. ഭേദഗതിയെ വിമർശിച്ച കേരളത്തിലെ BJP എന്തു പറയുമെന്ന് ചോദ്യം മാത്രം ബാക്കി.